പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28. പ്രധാന വാർത്തകൾ. ഈ വർഷത്തിന്റെ മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ ഒമാനിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 22.96 ശതകോടി റിയാലായി. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരമാണിത്. മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ 76.9% എണ്ണ വാതക ഖനന മേഖലയിലാണ് ലഭിച്ചത്. മൊത്തം മൂല്യം 17.67 ശതകോടി റിയാൽ വരും. ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപം 277.80 ദശലക്ഷം റിയാലാണ്. ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിച്ചത് UK-യിൽ നിന്നാണ്, 11.52 ശതകോടി റിയാൽ. മൊത്തം FDI-യുടെ 50.1% ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സൂർ പ്രവാസി ഇന്ത്യക്കാർക്കായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച നടക്കും. സൂർ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ സ്ഥാപകാംഗവും ദീർഘകാല സോഷ്യൽ ക്ലബിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന MAK ഷാജഹാന്റെ സ്മരണാർത്ഥം നടത്തുന്ന പ്രഥമ ഏകദിന ഫുട്ബോൾ ടൂർ ക്ലബ്ബ് ടർഫിലാണ് അരങ്ങേറുക. രാത്രി 9 മണിക്ക് കിക്ക് ഓഫ്. ഒമാനിലെ പ്രമുഖ ഇന്ത്യൻ ടീമുകൾ പങ്കെടുക്കും. ഗവർണറേറ്റുകളിലെ ഗവർണറുമായി ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ഫൈസൽ അൽ ബുസൈദി കൂടിക്കാഴ്ച നടത്തി. ഗവർണറേറ്റുകൾ വികസിപ്പിക്കുന്നതിലും പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ പ്രകടനം വർദ്ധിപ്പിക്കുന്നതിലും ഗവർണർമാർ നടത്തിയ ശ്രമങ്ങളെ ബുസൈദി അഭിനന്ദിച്ചു. ഗവർണറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ വീക്ഷണത്തിന് അനുസൃതമായി ജോലിയുമായി മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ടു. പൗരന്മാരെ ശ്രദ്ധിക്കേണ്ടതിന്റെയും അവരുടെ ആവശ്യങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെയും പ്രാധാന്യം ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു. മുനിസിപ്പൽ കൗൺസിലുകളുടെ സിംബോസിയത്തിന്റെ ഫലങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. യോഗത്തിന്റെ അജണ്ടയിലെ പല വിഷയങ്ങളും അവലോകനം ചെയ്യുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ജനുവരിയിൽ ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നോടിയായുള്ള ആദ്യ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി ഒമാൻ വെള്ളിയാഴ്ച ഇറങ്ങും. അബുദാബിയിലെ ബനിയ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:15 നടക്കുന്ന മത്സരത്തിൽ ചൈനയാണ് എതിരാളികൾ. ഏഷ്യൻ കപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി UAE-യിൽ വിദേശ ക്യാമ്പിലാണ് നിലവിൽ റെഡ് വാരിയേഴ്സ്. ജനുവരി 6-ന് UAE-ക്കെതിരെയും സൗഹൃദ മത്സരം കളിക്കും. ഇതിനുശേഷം ആഭ്യന്തര സന്നാഹ സെക്ഷനുകളിലേക്ക് ടീം മടങ്ങും. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ 4 ദിവസങ്ങളിലായി നടന്ന ആഭ്യന്തര ക്യാമ്പിന് ശേഷമാണ് ടീം UAE-യിലെത്തിയത്. കോച്ച് ബ്രാങ്കോ ഇവാൻകോവിക്കിന്റെ മേൽനോട്ടത്തിൽ ഊർജിത പരിശീലനമാണ് ടീം UAE-യിൽ നടത്തിവരുന്നത്. ക്യാമ്പിന് ശേഷം ജനുവരി 12 മുതൽ ഫെബ്രുവരി 10 വരെ നടക്കുന്ന AFC ഏഷ്യൻ കപ്പിൽ പങ്കെടുക്കാൻ ഒമാൻ ഖത്തറിലേക്ക് തിരിക്കും. ഏഷ്യൻ കപ്പ് ഗ്രൂപ്പ് F-ൽ ഒമാന്റെ കൂടെ സൗദി അറേബ്യ, തായ്ലൻഡ്, കിർഗിസ്ഥാൻ എന്നീ ടീമുകളാണുള്ളത്. ആദ്യ മത്സരം ജനുവരി 16-ന് ശക്തരായ സൗദി അറേബ്യക്കെതിരെയാണ്. 21-ന് തായ്ലൻഡുമായും 25-ന് കിർഗിസ്ഥാനുമായും ഏറ്റുമുട്ടും. ലോകത്തിൽ അപൂർവമായി കരുതപ്പെടുന്ന അറേബ്യൻ കൂനൻ തിമിംഗലത്തെ മസീറ ദ്വീപിന് സമീപം കണ്ടെത്തി. ഇത്തരത്തിലുള്ള 100ഓളം തിമിംഗലങ്ങളെ മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. അൽവുസ്ത ഗവർണറേറ്റിൽ അറേബ്യൻ കൂനൻ തിമിംഗലത്തെ സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കുന്ന പഠന സമിതിയാണ് തിമിംഗല സാന്നിധ്യം കണ്ടെത്തിയത്. ഒരു കൂനൻ തിമിംഗലം 11 പ്രാവശ്യമാണ് സാറ്റലൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പരിസ്ഥിതി അതോറിറ്റിയാണ് പഠനം സംഘടിപ്പിക്കുന്നത്. മീൻപിടുത്തം മൂലമുണ്ടാവുന്ന ഭീഷണികൾ, കപ്പലിൽ തട്ടിയുണ്ടാവുന്ന അപകടങ്ങൾ, തിമിംഗലത്തിന്റെ ദേശാടന വഴികളും അവയുടെ വാസങ്ങൾ എന്നിവ കണ്ടെത്തുകയാണ് പഠനങ്ങളുടെ പ്രധാന ലക്ഷ്യം. മസീറ ഉൾക്കടലിൽ തിമിംഗലങ്ങളുടെ ഈ വർഷത്തെ ഇണചേരൽ സമയത്താണ് പഠനം നടത്തുന്നത്. അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധരുടെയും സംഘങ്ങളുടെയും സഹകരണത്തോടെയാണ് പഠനം നടക്കുന്നത്. ചൊവ്വാഴ്ച അറബിക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകിട്ട് 4:38 ഉണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂചലനം സലാലയിൽ നിന്ന് 279 കിലോമീറ്റർ അകലെയാണ് രേഖപ്പെടുത്തിയത്.
ബാത്തിന മേഖലയിലെ ഫുട്ബോൾ പ്രേമികൾ സംഘടിപ്പിക്കുന്ന ബാത്തിന കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 1 വ്യാഴാഴ്ച രാത്രി 10 മണി മുതൽ സുഹാർ സല്ലാൻ ബ്രിഡ്ജിന് സമീപത്തുള്ള പുൽമൈതാനത്ത് തുടക്കം കുറിക്കും. ടൂർണമെന്റ് സുഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് കൊണ്ടാല ഉദ്ഘാടനം ചെയ്യും. ഒമാനിലെ 16 ടീമുകൾ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിനും റണ്ണേഴ്സ് അപ്പിനും ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനമായി നൽകും. കൂടാതെ മികച്ച കളിക്കാരൻ, മികച്ച ടീം, നല്ല സ്ട്രൈക്കർ, നല്ല ഡിഫൻഡർ, മികച്ച ഗോളി എന്നിവർക്ക് പ്രത്യേക ട്രോഫികൾ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി പൈതൃക ടൂറിസം മന്ത്രാലയം. 2025 അവസാനത്തോടെ 33,000 ഹോട്ടൽ മുറികളിലെത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ ഇത് 32,371 ഉയർന്നതായി മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനത്തോടെ 2.5 ദശലക്ഷം വിനോദസഞ്ചാരികളെ സുൽത്താനേറ്റിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഒക്ടോബർ അവസാനത്തോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം 2.9 ദശലക്ഷമായി കവിഞ്ഞു. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ടൂറിസം മേഖലയുടെ സംഭാവനയുടെ ലക്ഷ്യം 2.75% നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 2022 ഇത് ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. ആ വർഷത്തെ GDP ഏകദേശം 2.4% ഒമാൻ വിഷൻ 2040 ടൂറിസം തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ മേഖലയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ചിട്ടയായ രീതിയിൽ സ്ഥിതിവിവരക്കണക്കുകൾ ഉപയോഗപ്പെടുത്താൻ പൈതൃക ടൂറിസം മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ ക്രിക്കറ്റ് ക്ലബ്ബായ റെഡ് സ്റ്റാർ സംഘടിപ്പിച്ച ആദ്യത്തെ ടെന്നീസ് ബോൾ വിന്റർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഡെസേർട്ടഡ് 11 ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ സെഞ്ചുറി CCയെ 9 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. കണ്ണനെ ഫൈനലിലെ മികച്ച താരവും ഡെസേർട്ടഡ് 11 രഘുവിനെ പ്ലെയർ ഓഫ് സീരീസായും തിരഞ്ഞെടുത്തു. സെഞ്ചുറി CCയിലെ വസീം മികച്ച ബാറ്ററായും അജയ് മികച്ച കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു. UPC ഒമാനിലെ അഫ്സലും ലെൻസ്ബേർഡിലെ ഖാലിദും മികച്ച പ്രകടനങ്ങൾ നടത്തി. ചീഫ് ഓർഗനൈസറായ അജീഷ് സാംബ ശിവൻ, MOCL ചെയർമാൻ റോബർട്ട്, ടൂർണമെന്റ് മെന്ററായ രാജൻ നായർ, പ്രിയ, നിഖിൽ റോബ്സൺ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. റെഡ് സ്റ്റാർ ക്യാപ്റ്റൻ രാജേഷ് നന്ദി പറഞ്ഞു. രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയ 10 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഫ്രിക്കൻ വംശജരായ ആളുകളെ ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത്. ഇവരുടെ അനധികൃത പ്രവേശനത്തിന് കൂട്ടുനിന്ന 2 പേരെയും പിടികൂടി. നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. അൽ അഷ്കറ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പൊതുവായ കാഴ്ചയെ വികലമാക്കുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായിട്ടിരിക്കുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളും നീക്കം ചെയ്തു. മത്സ്യബന്ധന ബോട്ടുകൾക്ക് പാർക്കിംഗ് സ്ഥലങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായായിരുന്നു മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ഇവ നീക്കിയത്. സർക്കാർ ഏജൻസികളുടെയും പ്രോസിക്യൂഷന്റെ ആളുകളുടെയും സഹായത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരുന്ന അമീറാത്ത് ബൗഷർ റോഡ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. ബുധനാഴ്ച കാലത്ത് 5 മണി മുതലാണ് റോഡ് പൂർണ്ണമായി തുറന്നുകൊടുത്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം മാസങ്ങളായി റോഡ് അടച്ചിടുകയായിരുന്നു. മഴയടക്കമുള്ള കാരണങ്ങളാൽ റോഡിൽ അപകടം പതിയിരിക്കാൻ തുടങ്ങിയതോടെയാണ് റോഡ് അറ്റകുറ്റപ്പണിക്കായി മസ്കത്ത് മുനിസിപ്പാലിറ്റി അടച്ചിട്ടത്. ഇതേ തുടർന്ന് ആദ്യഘട്ടത്തിൽ വൻ ഗതാഗത കുരുക്കാണ് മസ്കത്ത് മേഖലയിൽ അനുഭവപ്പെട്ടത്. ബൗഷർ അമീറാത്ത് റോഡിൽ പോവേണ്ട വാഹനങ്ങൾ മുഴുവൻ വാദി അതേ വഴി പോവാൻ തുടങ്ങിയത് മസ്കത്തിൽ വൻ ഗതാഗതക്കുരുക്കിനിടയാക്കുകയായിരുന്നു. ഈ റോഡിൽ അനുഭവപ്പെടുന്ന തിരക്ക് മറ്റു റോഡുകളിലും സർവീസ് റോഡുകളിലും വ്യാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും രാവിലെയാണ് ഈ ഗതാഗതക്കുരുക്ക് വൻ പ്രശ്നമായത്. ഓഫീസുകളിലും ജോലിസ്ഥലത്തും വൈകിയെത്തുന്നതിനും മറ്റും ഇത് കാരണമാക്കിയിരുന്നു. ഇതിനിടെ വാഹനാപകടങ്ങളും നിത്യസംഭവമായതോടെ റൂവിൻ മുതൽ ബൗഷർ വരെയുള്ള യാത്ര ദുഷ്കരവുമായി. ഇതോടെ ഒരു ഭാഗത്തേക്കുള്ള റോഡ് ആദ്യം തുറന്നു നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ പാത പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുകയായിരുന്നു. സുൽത്താൻ ഹൈതം സിറ്റിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി സ്ട്രാബാഗ് ഒമാൻ കമ്പനിയുമായി ഭവന നഗരാസൂത്രണ മന്ത്രാലയം കരാർ ഒപ്പുവച്ചു. 7 ദശലക്ഷം റിയാലിന്റെ കരാറിൽ റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും വാദികളിലൂടെയുള്ള മഴവെള്ളപ്പാതകൾ സ്ഥാപിക്കുന്നതിനും സെൻട്രൽ പാർക്കിനോട് ചേർന്നുള്ള പ്രദേശം വികസിപ്പിക്കൽ എന്നിവയാണ് വരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടം ഡിസംബർ 28 ആരംഭിച്ച് 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. 1.6 ദശലക്ഷം ചതുരശ്ര മീറ്റർ സെൻട്രൽ പാർക്ക് സ്ഥാപിക്കൽ, മൊത്തം 35 കിലോമീറ്റർ വിസ്തൃതിയിൽ മറ്റു ഘടകങ്ങൾ ഒരുക്കൽ എന്നിവ ഇതിലുൾപ്പെടും.
രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്നുമായി എത്തിയ 6 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്ത് വിലായത്തിലെ ബീച്ചിൽ നിന്ന് ഏഷ്യൻ പൗരത്വമുള്ള 6 പേരെ മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളുടെയും ചെറുക്കുന്ന ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ സഹകരണത്തോടെയാണ് പിടികൂടിയത്. 245 കിലോഗ്രാമിലധികം ക്രിസ്റ്റൽ മയക്കുമരുന്ന്, 37 കിലോ ഹാഷിഷ്, 38,000 സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തു. ഇവർക്കെതിരായുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. മസ്കത്ത് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ ഈ വർഷത്തെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന് തുടക്കമായി. ഇടവക വികാരി വർഗീസ് ഫാദർ ടിജു ഐപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടിയേറ്റും നടത്തി. അസോസിയേറ്റ് വികാരി ഫാദർ എബി ചാക്കോ OVBS ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നതിനെത്തിച്ചേർന്ന ലിജു കെ ജോസ്, കൺവീനർമാരായ ബിനിൽ, ജോൺ തോമസ് എന്നിവർ സംബന്ധിച്ചു. ക്ലാസുകൾ 30 വരെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. 1-ാം തീയതി വൈകിട്ട് സമാപനവും 5-ാം തീയതി പിക്നിക്കും ഉണ്ടായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.